ഏകാദശിയാണ്. ഇന്ന് ഏകാദശി എടുക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു ദിവസമാണ്. പക്ഷേ ഇന്നലെ മുതൽ എനിക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങി. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ തലവേദന, പനി, ചുമ ഇങ്ങനെയുള്ള അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങി. എന്നാലും വേണ്ടില്ല, ഇന്ന് ഞാൻ ഏകാദശി എടുക്കും എന്ന് തന്നെ വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ അതെനിക്ക് പറ്റിയില്ല. എന്താണെന്നോ, ഇന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കാൻ പോലും എനിക്ക് വയ്യാതായിപ്പോയി. പക്ഷേ നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഏകാദശി എടുക്കാൻ എനിക്കിന്ന് പറ്റില്ല. ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ല, ഒന്നും അങ്ങനെ പറ്റില്ല. പക്ഷേ വെജിറ്റേറിയനായിട്ട് നിന്നുകൊണ്ട് നമുക്ക് ഏകാദശി എടുക്കാൻ പറ്റുമെന്ന് എല്ലാം വിശ്വാസമാണ്. ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്താലും എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. എനിക്ക് എൻ്റെ ഭഗവാനാണ് ഈ ലോകത്തിലെല്ലാം. ഭഗവാനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഭഗവാൻ കൃഷ്ണനെ ഇഷ്ടമില്ലാത്ത ആരാണ് ഈ ലോകത്തിലുള്ളതല്ലേ? അതുകൊണ്ട് ഞാനിന്ന് മരുന്നൊന്നും കഴിച്ചില്ല. മരുന്ന് കഴിക്കുന്നതിന് മുമ്പേ എൻ്റെ മനസ്സ് പറഞ്ഞു, എൻ്റെ മരുന്ന് ഭഗവത്ഗീതയാണ്. ഇന്ന് ഞാൻ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവത്ഗീത വായിക്കാൻ തുടങ്ങി. ഭഗവത്ഗീത വായിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമേ വായിക്കേണ്ടത് ഭഗവത്ഗീതാ ധ്യാനമാണ് ആണെന്ന് അറിവുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഒത്തിരി അറിവോ ഇതിനെപ്പറ്റി ഒത്തിരി കാര്യങ്ങളോ, പക്ഷേ എനിക്കൊന്നു മാത്രമേ അറിയാം. എനിക്ക് ഭഗവാനെ വലിയ ഇഷ്ടമാണ്. ഭഗവാന്റെ ഏത് കാര്യവും എനിക്ക് എന്നെക്കാളും ഇഷ്ടമാണ്. അതുകൊണ്ട് ഭഗവാന്റെ കാര്യങ്ങൾ എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട്. അവിടെ പോകാൻ പറ്റിയില്ലെങ്കിൽ മനസ്സുകൊണ്ട് ഞാൻ ആസ്വദിക്കും. അത്രയ്ക്ക് എനിക്ക് ഭഗവാനെ ഇഷ്ടമാണ്, ഭഗവാന്റെ കാര്യങ്ങളും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഭഗവത്ഗീത ഞാൻ വായിക്കുന്നത്, ഇത് മുഴുവൻ 18 അധ്യായങ്ങളും വായിച്ചു കഴിഞ്ഞിട്ട് ഇത് 3ാമത്തെ പ്രാവശ്യമാണ് വായിച്ചു കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഭഗവത്ഗീത ധ്യാനം തുടങ്ങി. ഇന്ന് രാവിലെ വായിച്ചു. ഭഗവത്ഗീത ധ്യാനം വായിച്ചതിന് ശേഷം ഞാൻ 2 അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞു. അത്ഭുതമെന്ന് പറയാം. എല്ലാവരും വിശ്വസിക്കണമെന്നില്ല, എല്ലാം നമ്മുടെ വിശ്വാസമാണ്. ഭഗവാനിൽ വിശ്വസിച്ച് നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അത് നല്ലത് തന്നെയായിട്ടേ ഭവിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ ആരെല്ലാം പറഞ്ഞാലും ഭഗവാനെ അവിശ്വസിക്കില്ല. എനിക്ക് ഭഗവാനിൽ ഏറെ വിശ്വാസമാണ്. അതേ വിശ്വാസത്തോടു കൂടി ഞാൻ ഭഗവത്ഗീത ധ്യാനം വായിച്ചു. 2 അധ്യായങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ശരീരത്തുണ്ടായിരുന്ന, ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന അസ്വാസ്ഥ്യങ്ങളും എല്ലാം മാറിയിട്ട് എൻ്റെ ശബ്ദത്തിന് തന്നെ വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ അതുകൊണ്ട് ഇത്രയും ഞാൻ എന്തിനാണ് പറയുന്നതെന്നറിയാമോ? ഇപ്പോൾ യൂട്യൂബുകളിൽ മുഴുവൻ കാണുന്നത് ദൈവിക കാര്യങ്ങൾ കൂടുതലും കാണുന്നത്. ഭക്തിമാർഗങ്ങളിൽ സഞ്ചരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് എൻ്റെ ഒരു കരുതൽ. എനിക്കല്ലാതെ ചിന്തിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ വിശ്വാസത്തിലും എൻ്റെ ഇഷ്ടത്തിലുമാണ് ഞാൻ ചിന്തിക്കുന്നത്. എല്ലാവരെയും പറ്റി ഞാൻ അങ്ങനെ ചിന്തിക്കുള്ളൂ. എല്ലാവർക്കും ഭക്തി ഇഷ്ടമല്ലേ? ഭഗവാൻ കൃഷ്ണൻ്റെ കാര്യം ഇഷ്ടമല്ലാത്ത ആരുമില്ലെന്ന്, ഒരു നിമിഷമെങ്കിലും ചെവി ഓർക്കാത്ത ഒരു മനുഷ്യരും ഭൂമിയിലില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാനിന്ന് ഈ മരുന്ന് ആണ് ഈ ലോകത്തിലേക്ക് ഏറ്റവും നല്ല മരുന്ന് നമ്മുടെ അസുഖത്തുനിന്ന് എനിക്ക് മനസ്സിലായി. എനിക്കത് നേരത്തെ മനസ്സിലായതാണ്. പക്ഷേ എനിക്ക് ഭഗവാന്റെ അനുഗ്രഹത്തിൽ ഒരിക്കലും എനിക്ക് അസുഖങ്ങൾ വരാറില്ലായിരുന്നു, വന്നിട്ടുമില്ല. പക്ഷേ എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി ഉള്ളതാണ്. ഇന്ന് വൈകിട്ട് പോകേണ്ടതുമാണ്. 7:30 എനിക്ക് പോകേണ്ടതാണ്. പക്ഷേ ഞാൻ ഓർത്തു, ഇന്നെനിക്ക് പോകാൻ പറ്റുമോ കൃഷ്ണ എന്ന് ചോദിച്ചു. അറിയാതെ എൻ്റെ മനസ്സിൽ വന്നതാണ്. ഭഗവത്ഗീതയിലോട്ട് കണ്ണുപോയി, ഭഗവത്ഗീത എടുത്തു, ഭഗവാനെ സമർപ്പിച്ച് ഭഗവത്ഗീതയും വായിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ മനസ്സിന് എനിക്ക് ധൈര്യമുണ്ട്, എനിക്കിന്ന് വൈകിട്ട് ഡ്യൂട്ടിക്ക് പോകാമെന്ന്. പിന്നെ എപ്പോൾ ഡ്യൂട്ടിക്ക് പോയാലും ഞാൻ എൻ്റെ കൃഷ്ണനെ കൊണ്ടേ പോകാറുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ എല്ലാം നല്ലതാക്കി തരുമെന്നുള്ള വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിലാണ് ഞാനിതെല്ലാം നിങ്ങളോട് പറയുന്നത്. എല്ലാവരും ഒന്നും വിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല. വിശ്വാസം എന്ന് പറയുന്നത്
അത് ഓട്ടോമാറ്റിക്കലി ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. നമ്മുടെ എന്തെങ്കിലും ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരും ഭഗവാനിൽ ആശ്രയിക്കേണ്ട കാര്യങ്ങളിൽ വെച്ച്. അന്ന് എത്ര വെറുക്കുന്നവരും ഭഗവാനിൽ ആശ്രയിക്കും. ആ ഒരു ദിവസം എല്ലാവർക്കും വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും ഭഗവാനെ വിശ്വസിക്കണം, എല്ലാവരും ഭഗവാന്റെ കാര്യങ്ങൾ ഇഷ്ടപ്പെടണം, ഭഗവാനെ ചിന്തിച്ച് മാത്രമേ ജീവിക്കാവുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. എന്നും പറഞ്ഞ് കർമ്മങ്ങൾ ഉപേക്ഷിക്കാനോ നമ്മളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉപേക്ഷിക്കാനോ ഒന്നുമല്ല. നമ്മുടെ ജീവിത സാഹചര്യത്തോടു കൂടി ഭഗവാനെയും കൂടെ കൊണ്ടുപോവുക. അപ്പം ഭഗവാൻ നമ്മളെയും കൊണ്ടുപോയിക്കോളും. നമ്മൾ ഒരടി എടുത്തു വെച്ചാൽ ഭഗവാൻ 1000 അടി എടുത്ത് നമ്മുടെ അടുത്ത് വെക്കും. അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങളും അത് വിശ്വസിക്കണം. അതുകൊണ്ട് എപ്പം ഭഗവത്ഗീത വായിക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവത്ഗീത ധ്യാനം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത് ഭഗവത്ഗീതയുടെ ഒരു അധ്യായമെങ്കിലും വായിക്കാവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം, ഞാൻ അപേക്ഷിക്കുന്നതും. അതിനകത്ത് എത്ര നല്ലതാണ് ഭഗവാന്റെ ആ ഒരു ശ്ലോകം നമ്മൾ വായിക്കുമ്പോൾ ശരിക്കും നമ്മൾ ഭഗവാന്റെ അടുത്ത് എത്തുന്നത് പോലെ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗൃഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീമഷ്ടാദശാധ്യായിനീ മമ്പാത്തുമനുസന്തദാമി ഭഗവദ്ഗീതേ ഭവദേശിണീം. നമ്മൾ ആദ്യം ഗീതയെ ബഹുമാനിക്കണം, പൂജിക്കണം. ഭഗവത്ഗീതയോട് നമ്മൾ അപേക്ഷിക്കണം. നമ്മൾ ഈ ഭഗവത്ഗീത എടുത്ത് വായിക്കുമ്പം അത് മുഴുമിപ്പിക്കാൻ നമുക്ക് അനുഗ്രഹം തരാൻ ഭഗവത്ഗീതയോട് പറഞ്ഞു വേണം നമ്മൾ തുടങ്ങാൻ. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഭഗവത്ഗീത വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം അങ്ങനെ തന്നെ ആകും എന്ന് വിശ്വാസത്തോടെ ഞാൻ എൻ്റെ ചെറിയ ഈ വാക്കുകൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അതോടൊപ്പം സർവം കൃഷ്ണാർപ്പണമസ്തു.